ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഓർത്തുനിന്ന് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെന്നാണ്. ആ ഒരവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് വേദന ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് വേദനയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു തിരിച്ചടി കൂടെ കിട്ടുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു. അതുപോലെ അവരുമായിട്ട് ചില സമയത്തൊക്കെ നിങ്ങൾ ചെറിയ ആടി പിടി വഴക്കെന്നൊക്കെ പറയില്ലേ, അതിപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഉള്ളതുപോലെ തന്നെ നിങ്ങളും അവരുമായിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ വലിയ പിണക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് പിരിയാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ്. അതുപോലെ ആ വ്യക്തി അങ്ങനെ ഒരു സൂചനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ആ വ്യക്തിയുടെ മാറ്റം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ആ വ്യക്തി ആരെയും ഒന്ന് ആകർഷിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. കാരണം ആർക്കും ആകൃഷ്ടരാവുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ ശരിക്കും ആ വ്യക്തിയിൽ മയങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. കാരണം നിങ്ങളാണ് മയങ്ങിപ്പോയിട്ടുള്ളത് പലപ്പോഴും. എന്നാൽ വ്യക്തിക്ക് സ്നേഹമില്ലായിരുന്നു എന്നല്ല, വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് ജീവിച്ചിരുന്നത് പോലെയുള്ള വ്യക്തി എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയും ഡീപ്പായിരുന്നു നിങ്ങളുടെ ബന്ധമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. വേദനകളും സുഖങ്ങളും കർമ്മത്തിൻ്റെ ഫലമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കർമ്മങ്ങൾ നിഷ്പക്ഷമായി നടന്നുകൊണ്ടിരിക്കുമെന്നും നിങ്ങൾക്കതിന് അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നുമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പഴയ ബന്ധത്തിലുള്ള ആളായിരിക്കാം. അവനൊരു പഴയ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അവരിൽ പുതിയ ഒരു ബന്ധം അവർക്കുണ്ടായതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പഴയ ബന്ധത്തിലേക്ക് തിരിച്ചു പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രണയത്തിൽ ആദ്യം സ്നേഹിച്ച വ്യക്തിയെ അവർക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അവരിപ്പോൾ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ പുതിയ വ്യക്തികളുമായിട്ട് അവർ വളരെയധികം തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതവരുടെ സമനില വരെ തെറ്റിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുതിയ വ്യക്തിയുമായിട്ട് അവർക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ ഭയങ്കരമായ അടിയും വഴക്കും പ്രശ്നങ്ങളിലേക്കും നീങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് അവർ കൂടുതലും ഓർക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള അവരുടെ നല്ല നിമിഷങ്ങൾ നിങ്ങളുമായി സ്പെൻഡ് ചെയ്തെന്ന് വളരെ സന്തോഷമായിരുന്നു നിങ്ങളുടെ അടുത്തു നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അവർക്ക് നല്ല സമാധാനമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവർക്കിപ്പോൾ നല്ല രീതിയിലുള്ള വേദനകൾ
അവരെ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവരുടെ സമാധാനം എന്ന് പറയുന്നത് ഇപ്പോഴാണ് അവർക്ക് ആ സമാധാനം എന്ത് എന്നുള്ളത് മനസ്സിലാവുന്നത്. കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊരു മനസ്സമാധാനം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അവർക്ക് ആ സമാധാനം എന്തെന്ന അറിയില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് കിട്ടിയിട്ട് കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി എന്നാണ് പറയുന്നത്. അറിയാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രമേ അവർക്ക് സമാധാനം ഉണ്ടാവൂ എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. നല്ലൊരു ജീവിതം ഉണ്ടാവുമോ എന്നവരെ സംശയിക്കുന്നുണ്ട്. അപ്പോൾ അവർ നല്ലൊരു ജീവിത അന്തരീക്ഷം ഉണ്ടാകുമോ എന്നവർക്ക് ഇപ്പോൾ ഒരു ഉറപ്പും അവരുടെ ലൈഫിൽ ഇല്ലാത്തതുപോലെയാണ് അവരുടെ നില എന്ന് പറയുന്നത്. കാരണം അവർക്കിപ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ്. ഇപ്പോഴാണ് അവർക്ക് ആ സാഹചര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അവർ മനസ്സിലാക്കുന്നത് കൊണ്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നതെന്ന് പറയുന്നു. അവരുടെ ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ തന്നെ അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ അവർ വേണ്ട എന്ന് തീരുമാനിച്ചത്. അവരുടെ സ്വയം ഉള്ള ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞുള്ള രീതിയിലേക്കോ ആയിരിക്കാം ഒരു പക്ഷേ. പക്ഷേ എന്തു തന്നെ ആയാലും ഇപ്പോൾ ദുഃഖമെന്ന് പറയുന്നത് അനുഭവിക്കുന്നത് അവർ മാത്രമാണ്. അവരെ കൂടെ മറ്റാരും ഇല്ല എന്നുള്ളതാണ്. അവരുടെ ദുഃഖം ഷെയർ ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ അവർക്കിപ്പോൾ പുതിയ റിലേഷനോ ഒന്നും അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ചില ആൾക്കാരെങ്കിലും പുതിയ റിലേഷനിൽ പോയവരുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങളെ ഓർത്ത് സഹതപിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നതൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് നല്ല കാലം അവർക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കിപ്പോൾ കഷ്ടകാലം എന്നാണ് പറയാൻ കഴിയുന്നത്. കാരണം അങ്ങനെയാണ് അവർക്കിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളെ ഒരുപാട് വേദനിച്ചിട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു ഈ സമയങ്ങളിൽ എന്ന് പറയുന്നു. നിങ്ങളെ ഒരുപാട് വേദനയിൽ കൂടെ നിങ്ങളും കടന്നു പോയിട്ടുണ്ട്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഇടവേള വന്നത്. അപ്പോൾ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ആ ഒരു വേദന ആ വ്യക്തി ഇന്ന് അറിയുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നവരത് മനസ്സിലാക്കുന്നു. നിങ്ങളെ ഇത്രയും വേദനിപ്പിച്ചു, ഇത്രയും ഞാൻ വേദനിപ്പിച്ചു എന്ന് ഇപ്പോൾ അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് അവർ ഇന്ന് വേദന തിന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കിതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് പോലും അവർക്ക് ഇന്നറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളെ കുറച്ചൊക്കെ ഇതിൽ നിന്നൊക്കെ വേണ്ടാന്ന് വയ്ക്കാനുള്ള ഒരു തീരുമാനമൊക്കെ നിങ്ങൾ പലരും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നു. കുറച്ച് പേര് റിക്കവർ ആയിട്ടില്ല, കുറച്ച് പേരെങ്കിലും റിക്കവർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവരെക്കുറിച്ച് പലപ്പോഴും എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നു എന്നും പറയുന്നു. അവർ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. ചിലർക്കെങ്കിലും അത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്, അവരെന്നെ ഓർക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പലപ്പോഴും ഓർക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി പെട്ടെന്നൊരു മാറ്റമുണ്ടായത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചെറിയ രീതിയിലുള്ള വെറുപ്പും വിദ്വേഷവും, ചിലർക്ക് ചെറിയ രീതിയിലൊന്നും അല്ല എന്നുള്ളതും. കാരണം നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ദേഷ്യവും വെറുപ്പും വിദ്വേഷവും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ചാണ് വെറുപ്പിനും വിദ്വേഷത്തിനും സ്ഥാനം എന്ന് പറയാൻ പറ്റുന്നു. അപ്പോൾ വളരെയധികം വേദനാജനകമായിട്ടാണ് നിങ്ങൾ
ഇരുന്നതും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയത്. അപ്പോൾ അവർക്ക് മാനസികമായും ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് താങ്ങാവുന്നതിലപ്പുറം ബുദ്ധിമുട്ടിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. അവരായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ്. അപ്പോൾ അതനുഭവിക്കേണ്ട കർമ്മം അവർക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ തന്നെ തീരുമാനിക്കട്ടെ അടുത്തിനി എന്താ വേണ്ടതെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.